നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന്, തിരൂരങ്ങാടി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. മലപ്പുറം ജില്ലയുടെ വടക്കേ അറ്റത്ത് അറബിക്കടലിന്റെ തലോടലും കടലിന്റെ പുഴയുടെ ലാളനവുമേറ്റ് കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് തണലേകുന്ന വള്ളിക്കുന്ന് നിയോജക മണ്ഡലം. ഇവിടെ തീരദേശത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ആവശ്യങ്ങൾ ഒരുപോലെ സമന്വയിപ്പിച്ച് നടപ്പാക്കുന്ന വികസനത്തിൻ്റെ പുതിയ അലയൊലികൾ നമ്മളിന്ന് അടുത്തറിയാൻ പോകുന്നു. വള്ളിക്കുന്ന്, ചേലേമ്പ്ര, മുന്നിയൂർ, പെരുവള്ളൂർ, തേഞ്ഞിപ്പാലം ഈ 5 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം. ഒരു വശത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന കടൽ തീരം, മറുവശത്ത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർവകലാശാലകളിലൊന്ന്. ഈ ഒരു ഭൂമിശാസ്ത്രപരവും വൈജ്ഞാനികവുമായ സവിശേഷത വള്ളിക്കുന്നിന് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. തീരദേശ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത, വളർന്നുവരുന്ന പട്ടണ സ്വഭാവമുള്ള പ്രദേശങ്ങളിലെ വർദ്ധിച്ചു വരുന്ന അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾ, ഒപ്പം ഒരു പ്രധാന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളും സാധ്യതകളും ഇവിടെ ഒരുമിക്കുകയാണ്. ഈ ബഹുമുഖമായ ആവശ്യങ്ങളെ ഒരുമിച്ച് അഭിസംബോധന ചെയ്യാനും മണ്ഡലത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഉറപ്പാക്കാനുമാണ് സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന കിഫ്ബിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസം, അത് പൊതുവിദ്യാഭ്യാസമായാലും ഉന്നത വിദ്യാഭ്യാസമായാലും തീരദേശ മേഖലയിലെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കുന്നതായാലും ഗതാഗതം, പ്രത്യേകിച്ച് തീരദേശ ഹൈവേ പോലുള്ള വലിയ പദ്ധതികൾ, ശുദ്ധജല വിതരണം, പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ നൈപുണ്യം നൽകൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും കിഫ്ബിയുടെ പിന്തുണയോടെ 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികൾ വള്ളിക്കുന്നിന്റെ സാമൂഹിക ഘടനയും സാമ്പത്തിക ഭദ്രതയും ഭൗതിക സാഹചര്യങ്ങളെയും ഒരുപോലെ പുനർനിർമ്മിക്കുകയാണ്. വള്ളിക്കുന്നിന്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു. ആദ്യം നമുക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പരിശോധിക്കാം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന, ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കിഫ്ബി നൽകിയ സാമ്പത്തിക സഹായം വഹിച്ച പങ്ക് വളരെ വലുതാണ്. മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കിയ വിവിധ സ്കൂൾ നവീകരണ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ ഗുണഫലം വള്ളിക്കുന്ന് മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് ലഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കൈറ്റ് തുടങ്ങിയ ഏജൻസികളാണ് ഈ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത്. സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ വന്നു. ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ മികച്ച അന്തരീക്ഷം നൽകി, അവരുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിച്ചു. ഇനി വള്ളിക്കുന്നിന്റെ തീരദേശ സ്വഭാവം പരിഗണിച്ച് നടപ്പാക്കിയ ഒരു പ്രത്യേക പദ്ധതിയെക്കുറിച്ച് പറയാം. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ്, കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന തീരദേശ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 5,61,00,000 രൂപയുടെ പ്രവർത്തനങ്ങളാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ഇതിൽ 4,07,00,000 രൂപയുടെ, അതായത് 72% പണികളും പൂർത്തിയായി. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ തീരദേശത്തോട് ചേർന്നുള്ള സ്കൂളുകൾക്ക് ഈ പദ്ധതി വലിയ അനുഗ്രഹമായി. ഇത് തീരദേശത്തെ കുട്ടികൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ മികച്ച സൗകര്യങ്ങളോടെ പഠിക്കാനുള്ള അവസരമൊരുക്കി.
നമുക്ക് കേരളത്തിന്റെ അഭിമാനമായ വള്ളിക്കുന്നിന്റെ തിലകക്കുറിയായ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വരാം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുകയും നൂറുകണക്കിന് ഗവേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി കിഫ്ബി ചരിത്രത്തിലെ തന്നെ വലിയ നിക്ഷേപങ്ങളിലൊന്നാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള ഒരു ബൃഹത് പദ്ധതി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ കിഫ്ബി ഫണ്ടോടെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 8,59,00,000 രൂപ ഇതിനകം നൽകിക്കഴിഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ അക്കാദമിക് ബ്ലോക്കുകൾ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ലബോറട്ടറികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ, ക്യാമ്പസിനുള്ളിലെ റോഡുകളുടെ നവീകരണം, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇത് പൂർത്തിയാകുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ മുഖച്ഛായ തന്നെ മാറും. ഇത് ഇവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അധ്യാപകർക്കും മാത്രമല്ല, വള്ളിക്കുന്ന് മണ്ഡലത്തിനും കേരളത്തിനും തന്നെ വലിയ നേട്ടമാകും. ഇതിനേക്കാൾ ആവേശം നൽകുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സർവകലാശാലയിലെ ഗവേഷണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സെൻട്രൽ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റിയിലേക്കുള്ള കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലാണ്. അതുപോലെ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കിലെടുത്ത് പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും പരിഗണനയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസ്ലേഷൻ റിസർച്ചിനായുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി. ഇതും കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഈ പദ്ധതികളെല്ലാം നിലവിൽ മൂല്യനിർണ്ണയ ഘട്ടത്തിലാണെങ്കിലും ഇവയ്ക്ക് അംഗീകാരം ലഭിച്ച യാഥാർത്ഥ്യമായാൽ കാലിക്കറ്റ് സർവകലാശാലയെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ അത് സഹായിക്കും. അത് വള്ളിക്കുന്നിന് നൽകുന്ന ഖ്യാതി വളരെ വലുതായിരിക്കും. ഇനി നമുക്ക് ഗതാഗത രംഗത്തെ പ്രധാന പദ്ധതികളിലേക്ക് വരാം. വള്ളിക്കുന്നിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കണക്കിലെടുക്കുമ്പോൾ തീരദേശ ഹൈവേയുടെ പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിന്റെ തീരദേശ മേഖലയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ തീരദേശ ഹൈവേയുടെ നിർമ്മാണം വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഈ വലിയ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തീരദേശ ഹൈവേയുടെ 6ാം റീച്ചായ അരിയല്ലൂർ മുതിയം പാലം മുതൽ കടലുണ്ടി പാലം വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണത്തിനായി 29,48,00,000 രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു. ഈ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പകളിൽ ഒന്നായ മുതിയം ബീച്ച് പാലത്തിന്റെ നിർമ്മാണത്തിനായി മാത്രം 23,92,00,000 രൂപയുടെ മറ്റൊരു പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകി. അതിലെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. ഈ തീരദേശ ഹൈവേയും പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്ന്, വള്ളിക്കുന്നിന്റെ തീരദേശ മേഖലയിലൂടെയുള്ള യാത്ര വളരെ സുഗമവും വേഗതയേറിയതുമാകും. 2, കടലുണ്ടി പക്ഷി സങ്കേതം, ബീച്ചുകൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇത് സഹായിക്കും. 3, മത്സ്യബന്ധന ബോട്ടുകൾക്കും മത്സ്യവാഹനങ്ങൾക്കും എളുപ്പത്തിൽ കടന്നു പോകാനും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും സാധിക്കും. 4, കടലുണ്ടി, പരപ്പനങ്ങാടി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളുമായി വേഗത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഇത് തീരദേശ ജനതയുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇവിടെ ഒന്ന് പ്രധാനമായിട്ടും പശ്ചാത്തല വികസനമാണ് ഏറ്റവും പ്രാധാന്യം വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം. നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത് ഈ മണ്ഡലത്തിന്റെ നെടുകയാണ്. 12.1 കിലോമീറ്റർ ദൂരം, അതായത് തലപ്പാറ മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള 12.1 കിലോമീറ്റർ ദൂരം ദേശീയപാത കടന്നു പോകുന്നത് നമ്മുടെ ഈ മണ്ഡലത്തിൽ കൂടിയാണ്. പശ്ചാത്തല മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ഈ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. രണ്ടാമത്തത്, നമ്മുടെ മണ്ഡലത്തിൽ 31 റോഡുകളുണ്ട്. അതിൽ 28 റോഡുകൾ BMBC ചെയ്ത റോഡുകളാണ്. അതിൽ 4 എണ്ണം ഈ 2021 ശേഷമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് 2ാം ടേമിലാണ് ഈ BMBC പൂർത്തീകരിച്ചത്. കൂടാതെ നമ്മുടെ ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40.49 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട്
ആ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഹാർബർ ഫണ്ടാണ്. നമ്മുടെ മറ്റേ ഫിഷറീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മേഖലയിൽ പ്രത്യേകിച്ച് തീരദേശ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 16 കോടി രൂപയാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം തന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഓരോ പഞ്ചായത്തും ലക്ഷക്കണക്കിന് രൂപയാണ് പ്രാദേശിക റോഡുകളുടെ വികസനത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഈ വള്ളിക്കുന്ന് മണ്ഡലം ഈ പശ്ചാത്തല മേഖലയിൽ ഇത്രയും പുരോഗതി ഉണ്ടാക്കിയത് ഈ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗം കൂടിയായിട്ടാണ്, ഫണ്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കുടിവെള്ളം മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. പ്രത്യേകിച്ച് തീരദേശത്തോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. മലപ്പുറം ജില്ലയിലെ പൊതുവായ കുടിവെള്ള വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാലപ്പഴക്കം ചെന്നതും ചോർച്ചകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ ട്രാൻസ്മിഷൻ മെയിനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതി കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്നുണ്ട്. 28,42 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയുടെ 10,62 ലക്ഷം രൂപയുടെ, അതായത് 37% പണികൾ പൂർത്തിയായി കഴിഞ്ഞു. മലപ്പുറം പബ്ലിക് ഹെൽത്ത് സർക്കിളിന് കീഴിൽ വരുന്ന ഈ പദ്ധതികളിലൂടെ പുതിയതും മികച്ചതുമായ പൈപ്പുകൾ സ്ഥാപിക്കുമ്പോൾ അത് വള്ളിക്കുന്ന് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും ജലനഷ്ടം ഒഴിവാക്കാനും എല്ലാ വീടുകളിലും ആവശ്യത്തിന് ശുദ്ധജലം എത്തിക്കാനും സഹായിക്കും. ഇത് പൊതുജനാരോഗ്യത്തിലും വലിയ സ്വാധീനം ചെലുത്തും. ആരോഗ്യരംഗത്ത് പ്രാദേശിക തലത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നാം എത്രത്തോളം സജ്ജരാണ് എന്നത് പ്രധാനമാണ്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതി ഇതിന് ഉത്തമ ഉദാഹരണമാണ്. സംസ്ഥാനത്താകെ 1084 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇതിന്റെ പ്രയോജനം വള്ളിക്കുന്ന് മണ്ഡലത്തിലെ പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പ്രാദേശികമായി തന്നെ ചികിത്സാ സൗകര്യം ഒരുക്കാനും രോഗവ്യാപനം തടയാനും സഹായിക്കും. നമ്മുടെ യുവതലമുറയ്ക്ക് മാറുന്ന ലോകത്തിനനുസരിച്ച് തൊഴിൽ നൈപുണ്യം നൽകുകയും അവർക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ വർക്ക് നിയർ ഹോം എന്ന നൂതന ആശയം നടപ്പിലാക്കുന്നത്. 27,50 ലക്ഷം രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായി വള്ളിക്കുന്നിലും വർക്ക് സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടുത്തെ യുവതി യുവാക്കൾക്ക്, പ്രത്യേകിച്ച് സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് വീടിനടുത്ത് തന്നെ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരിടത്തിരുന്ന് ലോകത്തെവിടെയുമുള്ള കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാനും പുതിയ നൈപുണ്യങ്ങൾ ആർജിക്കാനും സാധിക്കും. ഇത് നാടിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും യുവജനങ്ങളുടെ പുരോഗതിക്കും ഒരുപോലെ സഹായമാകും. വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു നാടിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന പദ്ധതികളാണ് ഇവിടെ കിഫ്ബിയുടെ പിന്തുണയോടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന പൊതുവിദ്യാലയങ്ങൾ, തീരദേശ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കരുതൽ, ലോകോത്തര നിലവാരത്തിലേക്ക് കുതിക്കാൻ തയ്യാറെടുക്കുന്ന സർവകലാശാല, തീരദേശത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന തീരദേശ ഹൈവേ, എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികൾ, ശക്തിപ്പെടുന്ന പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങൾ, യുവജനങ്ങൾക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകുന്ന തൊഴിൽ പദ്ധതികൾ, ഇങ്ങനെ ഒരു നാടിന് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഒരുങ്ങുകയാണ്. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം അത് വിദ്യാഭ്യാസത്തിലായാലും ഗതാഗതത്തിലായാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലായാലും അത് വള്ളിക്കുന്നിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള കരുതലാണ്. അത് ഈ മണ്ണിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ, അവരുടെ നാളത്തെ തലമുറയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ നിർവഹണവും ഈ പദ്ധതികളുടെ വിജയത്തിന് പിന്നിലുണ്ട്. ഈ വികസന മുന്നേറ്റം വള്ളിക്കുന്നിനെ വിജ്ഞാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പുതിയ തീരങ്ങളിലേക്ക്, കൂടുതൽ ശോഭനമായ ഒരു ഭാവിയിലേക്ക് നയിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ചരിത്രത്തിലും വീരഗാഥകളിലും ഇടം നേടിയ തീരദേശ ജീവിതത്തിന്റെ തനിമ ഒത്തുചേരുന്ന തിരൂരങ്ങാടി നിയോജക മണ്ഡലം. ഇവിടെ വികസനത്തിന്റെ പുതുനാമ്പുകൾ എങ്ങനെയാണ് തളിരിടുന്നത്, പുതിയ സ്വപ്നങ്ങൾക്ക് എങ്ങനെയാണ് ചിറകുകൾ മുളയ്ക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ കാണാം. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയും നന്നമ്പ്ര, മുന്നിയൂർ, പെരുവള്ളൂർ, പരപ്പനങ്ങാടി, തെന്നല എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളും ചേരുമ്പോഴാണ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം പൂർണ്ണമാകുന്നത്. മലബാർ കലാപം ഉൾപ്പെടെയുള്ള
ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്. കടലുണ്ടിപ്പുഴയുടെ തീരങ്ങൾ, പരപ്പനങ്ങാടിയുടെ വാണിജ്യ പാരമ്പര്യം, മുന്നിയൂരും പെരുവള്ളൂരും തെന്നലയും നന്നമ്പ്രയുമെല്ലാം കാത്തുസൂക്ഷിക്കുന്ന കാർഷിക സംസ്കൃതി. ഇങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് തിരൂരങ്ങാടി. ഈ വൈവിധ്യം വികസന പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കേണ്ടതുണ്ട്. മത്സ്യബന്ധന മേഖലയുടെ ശാക്തീകരണം, കാർഷിക മേഖലയുടെ പുരോഗതി, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പാക്കൽ, ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകൽ, ഇവയെല്ലാം ഈ നാടിൻ്റെ ആവശ്യങ്ങളാണ്. ഈ ബഹുമുഖമായ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന കിഫ്ബിയും തിരൂരങ്ങാടിയുടെ സമഗ്ര വികസനത്തിനായി കൈകോർക്കുന്നത്. ഫിഷറീസ്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, നൈപുണ്യ വികസനം തുടങ്ങിയ എല്ലാ മേഖലകളിലും നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികൾ വെറും നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അത് തിരൂരങ്ങാടിയുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയെ പുനർനിർവചിക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥവും പ്രതീക്ഷയും നൽകാനും ഉതകുന്നവയാണ്. തിരൂരങ്ങാടിയുടെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം കടലിലെ മക്കളുടെ ജീവിതത്തിലേക്ക് വരാം. തീരദേശ മേഖലയുടെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ട് കിഫ്ബിയിലൂടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വലിയ സാമൂഹിക പ്രസക്തിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ നാടിൻ്റെ പതിറ്റാണ്ടുകളായ കാത്തിരിപ്പുമായിരുന്നു പരപ്പനങ്ങാടിയിലെ ആധുനിക മത്സ്യബന്ധന തുറമുഖം അഥവാ ഫിഷിംഗ് ഹാർബർ. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതമായ ഒരു തുറമുഖത്തിനായി മുറവിളി കൂട്ടുകയായിരുന്നു. കടൽക്ഷോഭങ്ങളിൽ നിന്ന് ബോട്ടുകൾ സംരക്ഷിക്കാൻ, കാലാവസ്ഥ മാറ്റങ്ങളെ ഭയക്കാതെ കടലിൽ പോകാൻ, പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാനും വിൽക്കാനും ഒരിടം. അതായിരുന്നു അവരുടെ സ്വപ്നം. ആ സ്വപ്നമാണ് കിഫ്ബിയിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മേൽനോട്ടത്തിൽ 112 കോടി 21 ലക്ഷം രൂപ എന്ന ഭീമമായ തുകയ്ക്കാണ് കിഫ്ബി ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിനകം 77 കോടി 25 ലക്ഷം രൂപയുടെ, അതായത് ഏകദേശം 70% ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. കടലിലേക്ക് നീണ്ടുപോകുന്ന കൂറ്റൻ പുലിമുട്ടുകളുടെ നിർമ്മാണം, ബോട്ടുകൾ അടുപ്പിക്കാനുള്ള വാർഫുകൾ, ലേലപ്പുരകൾ, വല നന്നാക്കാനുള്ള ഷെഡുകൾ തുടങ്ങിയ ഒരു ആധുനിക ഹാർബറിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങുകയാണ്. ഈ ഹാർബർ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ അത് പരപ്പനങ്ങാടിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ഒരു പുതിയ യുഗം തന്നെ തുറക്കും. സുരക്ഷിതത്വം ഉറപ്പാക്കും. മത്സ്യബന്ധനം കൂടുതൽ കാര്യക്ഷമമാകും. മികച്ച വില ലഭിക്കാൻ സാധ്യതയേറും. അനുബന്ധമായി ഐസ് പ്ലാന്റുകൾ, പീലിംഗ് ഷെഡുകൾ, കോൾഡ് സ്റ്റോറേജുകൾ എന്നിവയെല്ലാം കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഇത് തീരദേശത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു മെഗാ പ്രൊജക്റ്റാണ്. ഇനി തീരദേശത്തെ വിദ്യാഭ്യാസ കാര്യത്തിലേക്ക് വന്നാൽ, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ മികച്ച വിദ്യാഭ്യാസം നേടാൻ അവസരമൊരുക്കുക എന്നത് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിലൊന്നാണ്. അതിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് KSCADC വഴി നടപ്പിലാക്കിയ 2 ഘട്ടങ്ങളിലായുള്ള വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ പ്രയോജനം തിരൂരങ്ങാടി മണ്ഡലത്തിലെ തീരദേശ സ്കൂളുകൾക്കും ലഭിച്ചു. ആദ്യഘട്ടത്തിൽ 1,81 ലക്ഷം രൂപയിൽ 1,41 ലക്ഷം രൂപയുടെയും, രണ്ടാം ഘട്ടത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി അനുവദിച്ച
5 കോടി 61 ലക്ഷം രൂപയിൽ 4 കോടി 7 ലക്ഷം രൂപയുടെയും പണികൾ പൂർത്തിയായി. ഇതിലൂടെ തീരദേശത്തെ സ്കൂളുകളിൽ കൂടുതൽ ക്ലാസ് മുറികൾ, ലാബ് സൗകര്യങ്ങൾ, ലൈബ്രറികൾ, ടോയ്ലറ്റുകൾ എന്നിവയെല്ലാം ഒരുക്കാൻ സാധിച്ചു. ഇത് ഈ മേഖലയിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും കൊഴിഞ്ഞുപോക്ക് തടയാനും സഹായിക്കുന്നു. ഇനി നമുക്ക് തിരൂരങ്ങാടിയിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിശാലമായ ക്യാൻവാസിലേക്ക് നോക്കാം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിലെ പ്രധാന ചാലകശക്തി കിഫ്ബിയാണ്. തിരൂരങ്ങാടി മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾ ഈ വലിയ മാറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെയാണ് ഈ നവീകരണം സാധ്യമാക്കിയത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ സർക്കാർ ഏജൻസികളാണ് ഈ നവീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. എന്താണ് ഈ പദ്ധതികൾ കൊണ്ടുവന്ന മാറ്റം? അത് വെറും ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ മാത്രമായിരുന്നില്ല. ആകർഷകമായ കെട്ടിടങ്ങളും ഹൈടെക് ക്ലാസ് മുറികളും ലാബുകളും ലൈബ്രറികളും കുട്ടികളുടെ പഠനാനുഭവത്തെ മാറ്റിമറിച്ചു. അവർക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യവും ആത്മവിശ്വാസവും നൽകി. പൊതുവിദ്യാലയങ്ങൾ ഇനി ഒട്ടും പിന്നിലല്ല, മറിച്ച് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകുന്ന മികവിൻ്റെ കേന്ദ്രങ്ങളാണെന്ന ബോധ്യം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഈ കിഫ്ബി പദ്ധതികൾക്ക് സാധിച്ചു. ഗതാഗത രംഗത്തേക്ക് വരുമ്പോൾ തിരൂരങ്ങാടി മണ്ഡലത്തിലെ ജനജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയ 2 സുപ്രധാന കിഫ്ബി പദ്ധതികളാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഒന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞ ചേലരി ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാലം. 2 നിർമ്മാണം പുരോഗമിക്കുന്ന തീരദേശ ഹൈവേ. ദേശീയപാത 66-ൽ ചേലേരിക്കും ചെപ്പടിക്കും ഇടയിൽ റെയിൽവേ ലെവൽ ക്രോസ് ഉണ്ടാക്കിയിരുന്ന യാത്രാ തടസ്സം എത്ര വലുതായിരുന്നു എന്ന് ഈ വഴി നിത്യേന യാത്ര ചെയ്യുന്നവർക്ക് നന്നായി അറിയാം. ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്നല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം സ്വപ്നതുല്യമായ വികസനമാണ് തിരൂരങ്ങാടി മണ്ഡലത്തിലാകെ നടന്നിട്ടുള്ളത്. അത് പശ്ചാത്തല മേഖലയായാലും മറ്റ് നിർമ്മാണ പ്രവർത്തനമായാലും എഡ്യൂക്കേഷൻ മേഖലയിലും അതുപോലെ തന്നെ ആസ്പത്രി മേഖലയെല്ലാം തന്നെ എല്ലാ മേഖലകത്തും നല്ല രൂപത്തിൽ വികസനം നടന്ന ഒരു കാലഘട്ടമാണെന്ന് കാണാൻ കഴിയും. ഉദാഹരണമായി ഇപ്പോൾ റോഡിൻ്റെ പശ്ചാത്തല സൗകര്യത്തുമായി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന തീരദേശ ഹൈവേയും ഇപ്പോൾ നാടുകാണി റോഡ്, പരപ്പനങ്ങാടി നാടുകാണി റോഡിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേ കടന്നു പോകുന്നതെന്ന് പറഞ്ഞ ഏകദേശം ഈ തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെ നടുകൾ പിറന്നുകൊണ്ട് അത് പോകുന്നത്, നടുവിൽ കൂടിയാണ് പോകുന്നത്. ഏകദേശം 16 കിലോമീറ്ററാണ് അത് ഈ തിരൂരങ്ങാടി മണ്ഡലത്തിൽ കടന്നു പോകുന്നത്. ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ വികസന കുതിപ്പാകും ഈ തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പണി ദിനം പ്രതി പുരോഗമിച്ചു വരുന്നതനുസരിച്ച് ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമായാണ് ചേലരി ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഫണ്ടോടെ നിർമ്മിച്ചത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡാണ് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കിയത്. 12 കോടി 44 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തപ്പോൾ അത് ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് അനുഗ്രഹമായത്. തടസ്സങ്ങളില്ലാത്ത സുരക്ഷിതമായ യാത്ര ഇതുറപ്പാക്കുന്നു. കേരളത്തിൽ കിഫ്ബി ഫണ്ടോടെ നിർമ്മിച്ച 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ വലിയ പാക്കേജിന്റെ ഭാഗമായി ഈ പാലം യാഥാർത്ഥ്യമായി എന്നത് ഇരട്ടി സന്തോഷം നൽകുന്നു. അടുത്തത് കേരളത്തിന്റെ തീരദേശത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന തീരദേശ ഹൈവേ ആണ്. ഈ ഹൈവേയുടെ 4ാം റീച്ചായ കൊടുങ്ങൽ മുതൽ അരിയല്ലൂർ വരെയുള്ള 9.29 കിലോമീറ്റർ ഭാഗം കടന്നുപോകുന്നത് തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്തിലൂടെയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർവഹണ ഏജൻസി. 21 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. പ്രാരംഭ ജോലികൾക്കായി 58 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ തിരൂരങ്ങാടിയുടെ തീരദേശ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറും. മത്സ്യബന്ധന തുറമുഖമായും മറ്റു പ്രധാന കേന്ദ്രങ്ങളുമായും വേഗത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും. വിനോദസഞ്ചാരത്തിന് പുതിയ വാതായനങ്ങൾ തുറക്കും. തീരദേശവാസികളുടെ ജീവിതം കൂടുതൽ എളുപ്പമാകും. ഇനി ആരോഗ്യരംഗത്തെ പ്രധാന മുന്നേറ്റം നോക്കാം. തിരൂരങ്ങാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ തിരൂരങ്ങാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയെ ഒരു ആധുനിക ചികിത്സാ കേന്ദ്രമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമമാണ് കിഫ്ബി പിന്തുണയോടെ നടക്കുന്നത്. 13 കോടി 79 ലക്ഷം രൂപയുടെ ഒരു സമഗ്ര വികസന പദ്ധതിക്കാണ് കിഫ്ബി ഭരണാനുമതി നൽകിയിരിക്കുന്നത്. കിറ്റ്കോ ലിമിറ്റഡിനാണ് ഇതിന്റെ നിർവഹണ ഏജൻസി. നിലവിൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? പുതിയ കെട്ടിടങ്ങൾ, കൂടുതൽ വാർഡുകൾ,
കൂടുതൽ കിടക്കകൾ, ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, മെച്ചപ്പെട്ട ലബോറട്ടറി, എക്സ്റേ, സ്കാനിംഗ് സൗകര്യങ്ങൾ, കൂടുതൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, കൂടുതൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ഇവയെല്ലാം ലഭ്യമാകും. ഇത് തിരൂരങ്ങാടിയിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭിക്കാൻ അവസരമൊരുക്കും. വലിയ പട്ടണങ്ങളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയ്ക്ക് ഇത് വലിയൊരളവിൽ പരിഹാരമാകും. ഇതിനോടൊപ്പം ചേർന്ന് വായിക്കേണ്ടതാണ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 2 പ്രധാന ആരോഗ്യ പദ്ധതികൾ. ഒന്ന്, വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്ന ഡയാലിസിസ് സെന്റർ പദ്ധതി. 50 കോടിയിലധികം രൂപയുടെ ഈ കിഫ്ബി പദ്ധതിയിലൂടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലോ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലോ ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് രോഗികൾക്ക് വലിയ അനുഗ്രഹമാകും. 2, പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളെ സജ്ജമാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതി. മാറുന്ന ലോകത്തിനൊപ്പം നമ്മുടെ യുവതലമുറയും മാറേണ്ടതുണ്ട്. അവർക്ക് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തൊഴിൽ നൈപുണ്യം നൽകുകയും നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ ലക്ഷ്യത്തോടെയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ വർക്ക് നിയർ ഹോം എന്ന ആശയം നടപ്പിലാക്കുന്നത്. 27 കോടി 50 ലക്ഷം രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായി തിരൂരങ്ങാടിയിൽ വർക്ക് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടുത്തെ യുവതി യുവാക്കൾക്ക്, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് വീടിന്റെ പരിസരത്ത് തന്നെ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരിടത്തിരുന്ന് ലോകത്തെവിടെയുമുള്ള കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാനും പുതിയ കോഴ്സുകൾ പഠിച്ച് നൈപുണ്യം നേടാനും സാധിക്കും. ഇത് നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും വലിയ മുതൽക്കൂട്ടാകും. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഈ നാടിന്റെ ഭാവിയിലേക്കുള്ള കുതിപ്പിന്റെ വ്യക്തമായ ദിശാസൂചികയാണ് നൽകുന്നത്. കടലിന്റെ മക്കളുടെ ജീവിതത്തിന് സുരക്ഷയും സമൃദ്ധിയും നൽകാൻ ഒരുങ്ങുന്ന കൂറ്റൻ മത്സ്യബന്ധന തുറമുഖം, അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്ന ലോകോത്തര നിലവാരമുള്ള സ്കൂളുകൾ, യാത്രാ ദുരിതത്തിന് വിരാമമിട്ട റെയിൽവേ മേൽപ്പാലം, തീരദേശത്തിന്റെ സിരകളിലൂടെ ഒഴുകാൻ പോകുന്ന തീരദേശ ഹൈവേ, സാധാരണക്കാരന്റെ ആരോഗ്യത്തിന് കാവലാളാകുന്ന നവീകരിക്കുന്ന താലൂക്ക് ആശുപത്രി, ആശ്വാസത്തിന്റെ തുരുത്തുകളാകുന്ന ഡയാലിസിസ് സെന്ററുകളും ഐസൊലേഷൻ വാർഡുകളും, യുവതലമുറയ്ക്ക് പുതിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന തൊഴിൽ പദ്ധതികൾ. ഇങ്ങനെ ഓരോ മേഖലയിലും വികസനത്തിന്റെ പുതുചരിത്രം രചിക്കുകയാണ് തിരൂരങ്ങാടി. ഈ 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം, ഓരോ പദ്ധതിയും വെറും കണക്കുകളല്ല. ഇത് ഈ നാട്ടിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ നാളത്തെ തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ചാലകശക്തികളാണ്. കൃത്യമായ ആസൂത്രണം, സമയബന്ധിതമായ നിർവഹണം, സുതാര്യമായ പ്രവർത്തനം ഇവയെല്ലാം ഈ വികസന മുന്നേറ്റത്തിന് പിന്നിലുണ്ട്. ഈ വികസന യാത്ര തിരൂരങ്ങാടിയെ കൂടുതൽ ശോഭനമായ, കൂടുതൽ ഊർജ്ജസ്വലമായ, കൂടുതൽ സമൃദ്ധമായ ഒരു ഭാവിയിലേക്ക്, വികസനത്തിന്റെ പുതിയ തീരങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.